ആനക്കയം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഔഷധ സസ്യകൃഷി പ്രോത്സാഹനം എന്നുള്ളൊരു പദ്ധതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഗുണഭോക്താക്കൾക്ക് ഒരു എക്സ്പോഷർ വിസിറ്റ് പരിശീലനം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം ബ്ലോക്ക് ആത്മാ പദ്ധതിയുടെ കീഴിൽ നമ്മൾ കഞ്ചിക്കോട്, അതുപോലെ കൊല്ലങ്കോട് എന്നീ സ്ഥലങ്ങളിലെ കൊമേഴ്ഷ്യലായിട്ട് ഔഷധസസ്യങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഫീൽഡിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. കോളിയസ് സൈലാനിക്കസ് എന്നറിയപ്പെടുന്ന ഇരുവേലി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത്. നമ്മൾ ആയുർവേദത്തിൽ പല മരുന്നുകളിലും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോ മെറ്റീരിയലാണ്. നമ്മുടെ പനിക്കൂർക്ക എന്നറിയപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ ഫാമിലിയിൽപ്പെടുന്നതാണ്. പനിക്കൂർക്ക എന്നറിയപ്പെടുന്ന കോളിയസ് ആരോമാറ്റിക്കസ് എന്നത്. ഇത് കോളിയസ് സൈലാനിക്കസ് എന്ന സ്പീഷ്യസ് ആണ്. ഈ കോളിയസ് സൈലാനിക്കസ് എന്നറിയപ്പെടുന്ന ഇരുവേലി നമ്മൾ 6 മാസമാണ്, 6 മുതൽ 8 മാസമാണ് ഇതിൻ്റെ കാലാവധി. നമ്മൾ 6-8 മാസം കഴിഞ്ഞാൽ ചെടി പൂർണ്ണമായും പറിച്ചെടുത്തിട്ടാണ് വിളവെടുപ്പ് നടത്തുന്നത്. പച്ചയും ഉണക്കിയും തമ്മിലുള്ള റേഷ്യോ 5 കിലോ ഉണക്കിയാൽ 1 കിലോ നമുക്ക് ഉണക്ക ലഭ്യമാവും. നമ്മൾ ഉണങ്ങിയതാണ് നമ്മൾ ഇന്ന് ആയുർവേദ ഫാർമസി നമ്മൾ ബൈബാക്ക് എഗ്രിമെൻറ്റിലൂടെ പെടുത്തുകൊണ്ടിരിക്കുന്നത്. പെർ kg 1 കിലോഗ്രാമിന് 240 രൂപ എന്ന നിരക്കിലാണ് കൃഷിക്കാരിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തല നുള്ളി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഏകദേശം നടാനായിട്ട് ഒരടി അകലത്തിൽ, ചെടികളും വരികളും തമ്മിൽ ഒരടി അകലത്തിലാണ് ഇവ നടുന്നത്. നമ്മൾ സാധാരണഗതിയിൽ കൂർക്ക, അതായത് കഴിക്കുന്ന കൂർക്ക കൃഷി ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതും കൃഷി ചെയ്യേണ്ടത്. മഴയും മറ്റും വരുന്നുള്ള സമയത്ത് ഫംഗൽ അറ്റാക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ മഴയും അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുന്നതാണ് ഈ കൃഷിക്ക് അനുയോജ്യം.